കേരളത്തിലെയും ഒപ്പം ജാർഖണ്ഡിലെയും മഹാരാഷ്ട്രയിലെയും തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് സംസാരിക്കാൻ ഇപ്പോൾ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോടൊപ്പം ചേരുകയാണ്. ശ്രീ വേണുഗോപാൽ, മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് സാഹചര്യം എങ്ങനെയാണ്? ഇത്രയും വലിയൊരു തോൽവി അത് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നതാണോ? ഇല്ല, ഒട്ടും പ്രതീക്ഷിച്ചല്ല. ഇന്നലെ ഞങ്ങൾ പറഞ്ഞത് ഇനീഷ്യലായിട്ട് മഹാരാഷ്ട്രത്തെ ഞങ്ങളുടെ യൂണിറ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ മാത്രമല്ല, അവിടെ 3 പാർട്ടികൾ തമ്മിലുള്ള യോജിച്ചുള്ള മുന്നണിയായിരുന്നു. NCP, ശിവസേന, കോൺഗ്രസും സമാജ്വാദി പാർട്ടിയിലെ മറ്റു പാർട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു റിസൾട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. കാരണം അത്ഭുതപ്പെടുത്തുന്നതായിട്ടുള്ള ഫലങ്ങളാണ്, അമ്പരപ്പിക്കുന്ന ഫലങ്ങളാണ്, അത്ഭുതപ്പെടുത്തുന്നതല്ല. കാരണം എന്ന് വെച്ചാൽ തിരഞ്ഞെടുപ്പിൽ ജയവും തോൽവിയൊക്കെ സാധാരണയാണ്. ചിലപ്പോൾ ജയവും തോൽവിയൊക്കെ ഉണ്ടാവും. ആ തോൽവിക്കുള്ളൊരു കണക്കുണ്ടല്ലോ, അതൊട്ടും പൊരുത്തപ്പെടുന്നതല്ല. അവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് ഒന്നും പൊരുത്തപ്പെടുന്നതല്ല ഈ റിസൾട്ട്. ഇത് അവിടുത്തെ ആളുകൾ മൊത്തം ഒരുപോലെ പറയുന്നതാണ്. പബ്ലിക്കും അതുപോലെ തന്നെ പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങൾ തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ഹരിയാനയ്ക്ക് പിന്നാലെയാണ് മഹാരാഷ്ട്രയിൽ ഇത്രയും വലിയൊരു വിജയം BJPക്ക് ഉണ്ടാകുന്നത്. ഒരു മത്സരിച്ച സീറ്റിൽ ഏതാണ്ട് അത്രയും തന്നെ സീറ്റിൽ വിജയിക്കുന്നൊരു സ്ഥിതിയാണ്. അതാ പറഞ്ഞത്. അവരും ഞാൻ ഇപ്പം പത്രത്തിൽ സഞ്ജയ് റാവത്തോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് 138 സീറ്റിലാണ് അവരുടെ സിമ്പലിൽ മത്സരിച്ചത്. അതിൽ 132 പേര് ജയിച്ചിരിക്കുകയാണ്. ജയിക്കുന്നതിൽ അസ്വസ്ഥയുണ്ടായിട്ട് പറയുന്നതല്ല, പക്ഷേ ഇത് ഗ്രൗണ്ട് റിയാലിറ്റിയായിട്ട് മാച്ച് ചെയ്യുന്നതല്ല. അങ്ങനെ ഒരു സ്വീപ്പ് വിക്ടറി കാണത്തക്കവണ്ണം നമ്മളൊരു ഫിഗർ അവിടെ കാണണ്ടേ? നരേന്ദ്രമോദിയുടെ പബ്ലിക് മീറ്റിംഗ് തന്നെ നമ്മളെല്ലാം കണ്ടതാണ് മുംബൈയിൽ. അദ്ദേഹം പങ്കെടുത്ത മീറ്റിങ്ങിൽ ശൂന്യമായിട്ടുള്ള കസേരകളായിരുന്നു മിക്കവാറും. അപ്പോൾ അങ്ങനെ ഒരു എന്തൂസിയാസമുള്ളൊരു ട്രെൻഡ്, ഇതൊക്കെ ഒരു തരംഗമാണല്ലോ, മഹാതരംഗമാണ്, സാധാരണ തരംഗമല്ല. ഇത്തരം ഒരു മഹാതരംഗം വരണമെങ്കിൽ അത് ഫീൽഡിൽ പ്രതിഫലിക്കണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അമ്പരപ്പിക്കുന്നതാണെന്ന്. ഈ താഴെത്തട്ടിൽ പ്രവർത്തനം ഇല്ലാതായിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ നമ്മുടെ തന്നെ സംസ്ഥാനത്തിൻ്റെ നേതാവ് രമേശ് ചെന്നിത്തല കഴിഞ്ഞ 5-8 മാസമായിട്ട് അവിടെ നിരന്തരമായി ക്യാമ്പ് ചെയ്ത് സംഘടനാപരമായ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ദേശീയ തലത്തിൽ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. കാരണം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മുൻപൊന്നും ചെയ്യാത്തവണ്ണം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കഴിഞ്ഞ 2019 ഇലക്ഷൻ, ആ ഇലക്ഷനിലെ സത്യത്തിൽ കോൺഗ്രസ് മത്സരിച്ചത് ഒരു കാര്യമായിട്ടുള്ള ആയുധമില്ലാതെയായിരുന്നു, വലിയ ക്യാമ്പയിനില്ലായിരുന്നു. എന്നിട്ട് ഞങ്ങൾക്ക് 44 സീറ്റ് കിട്ടിയ ഇലക്ഷനാണത്. NCP ഞങ്ങളും മാത്രമേ ഉണ്ടായിരുന്നു, അന്ന് ശിവസേനയില്ല. ഇപ്പോഴേ ഞങ്ങൾ അഡ്വാൻസ്ഡായിട്ട് എല്ലാ ജില്ലകളിലും ഒബ്സർവർമാർ 6 മാസം മുമ്പേ നിയമിച്ചു. എല്ലാ അസംബ്ലിയിലും ഒബ്സർവർമാർ നിയമിച്ചു. അവർക്ക് മോണിറ്ററിംഗ് ഉണ്ടായിരുന്നു, ക്ലാസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് സീനിയർ ഒബ്സർവർമാരായിട്ടുള്ളവരെ 6 പ്രത്യേക സോണുകളാക്കിയിട്ട് അശോക് ഗെഹ്ലോട്ട്, ഭൂപേഷ് ബഘേൽ, സച്ചിൻ പൈലറ്റ്, ചന്നി, ഉത്തം പരമേശ്വര തുടങ്ങിയ സീനിയർ നേതാക്കന്മാരെയാണ് അവരുടെ ചുമതലകൾ കൊടുത്തത്. അതും 1.5-2 മാസം മുൻപ്. ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ തീരുമാനിക്കുന്നതിന് ശക്തമായിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ ഇലക്ഷൻ ഞങ്ങൾ പഴയ പോലെയല്ല, എല്ലായിടത്തും ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെയും ബൂത്ത് ഏജന്റുമാരെയും തീരുമാനിക്കുന്ന സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ സംഘടനാപരമായിട്ട് പിന്നെ കോൺഗ്രസിൻ്റെ മെച്ചപ്പെടുത്താവുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് പരാജയം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ക്ഷീണമാകുമെന്ന് തോന്നുന്നു. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് പരാജയം, ഇങ്ങനെ ഹരിയാനയിലും ഇത് തന്നെയായിരുന്നു സ്ഥിതി. ഒരാൾ പോലും, ഒറ്റ സർവേ പോലും കോൺഗ്രസ് അവിടെ തോക്കുമെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പം പറയുന്ന ഘടകങ്ങളൊന്നും ഇലക്ഷൻ സമയത്തോ ഇലക്ഷൻ ഡേയിലോ ഉണ്ടായിട്ടില്ല അവിടെ. ഇപ്പം പറയുന്നുണ്ട് പിന്നെ ജാട്ട് വേഴ്സസ് നോൺ വാട്ട് ജാട്ടുണ്ടായി, മറ്റു കാര്യങ്ങളുണ്ടായി. ഇതൊന്നും ഇലക്ഷൻ ഒരാളും പോയിൻ്റ് ഔട്ട് ചെയ്തിട്ടില്ല. ഒരു ഇലക്ഷൻ വിദഗ്ധന്മാരോ ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരാളോ, എല്ലാവരും ഏകപക്ഷീയമായി പറഞ്ഞ് കോൺഗ്രസ് സ്വീപ്പ് ചെയ്യുകയാണെന്ന്. ആ ഇലക്ഷൻ ഇതുപോലെയായി, ഈ ഇലക്ഷൻ ഇതുപോലെയായി. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ്സിനെ മാത്രം വിഷയമല്ല, ഇത് ജനാധിപത്യത്തിൻ്റെ വിഷയമാണ്. ഇപ്പോൾ ഇത് വളരെ ഒരു വിശാലമായ കാൻവാസിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നതിൽ സംശയം വേണ്ട. ഞങ്ങളത് ഗൗരവതരമായിട്ടെടുക്കും. വോട്ടിംഗ് മെഷീനിലെ പ്രശ്നം തന്നെയാണോ കോൺഗ്രസ് പറയും? അല്ല, എന്താണ് ഇപ്പം സാധാരണഗതിയിൽ ഇലക്ഷൻ കമ്മീഷന് ഒരു ട്രാൻസ്പെറൻസിയും ഇല്ല, നിങ്ങൾക്കറിയാമല്ലോ. ഈ ഇലക്ഷൻ തന്നെ എന്തിനാണ് 1 മാസത്തേക്ക് മാറ്റിവെച്ചത്? ഹരിയാനയുടെയും പിന്നെ ജമ്മു കാശ്മീരിൻ്റെയും കൂടെ നടത്തേണ്ട ഇലക്ഷൻ 1 മാസത്തേക്ക് മാറ്റിവെച്ചത് തന്നെ ഞങ്ങൾ അന്ന് തന്നെ ഒബ്ജക്റ്റ് ചെയ്തതാണ്. ഒന്നിച്ച് നടത്തേണ്ട ഇലക്ഷൻ മാറ്റിവെച്ചു, വന്നു 1 മാസം എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. അതിനിടയിലാണ് അവിടെ സ്കീമുണ്ടാക്കിയത്, സ്ത്രീകൾക്കായിട്ടുള്ള സ്കീമുണ്ടാക്കിയത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻസി ഇല്ലാത്ത ഇലക്ഷൻ, പിന്നെ അങ്ങനെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ? ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യത്ത് പോലും ഇപ്പോൾ പുതുതായിട്ട് തിരഞ്ഞെടുത്ത പിന്നെ ഉപദേശകൻ പറഞ്ഞിരിക്കുകയാണ് ഇലക്ട്രോണിക് മെഷീൻ മാറ്റണം. ആ വെച്ച് ഇലക്ഷൻ നടത്താൻ പോകുന്നില്ല, ഡിസ്മാൻഡിൽ ചെയ്യേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ, US
അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രാൻസ്പെറൻസി വേണ്ടത് ഇലക്ഷൻ കമ്മീഷനും ഇലക്ഷൻ സിസ്റ്റത്തിനും വേണമെന്നുള്ളത് ഉറപ്പാണ്. അത് വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുന്ന അവസരം ഇപ്പോൾ അതിന് കാരണമുണ്ടായിരുന്നു. എന്തിനായിരുന്നു ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത്? ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് നിശ്ചയിക്കുന്ന ബോഡിയിൽ നിന്നും. ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിക്കുന്ന ബോഡി പ്രൈം മിനിസ്റ്റർ, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നുള്ളൂ. മനഃപൂർവ്വം ചീഫ് ജസ്റ്റിസ് ഇപ്പം ന്യൂട്രൽ ഇലക്ഷനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ CJ അവിടെ ഇരിക്കുന്നതല്ലായിരുന്നു നല്ലത്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കണം. പിന്നെ ഒരു ഇലക്ഷൻ കമ്മീഷണർ പെട്ടെന്ന് രാജിവെക്കുകയാണ്, പകരം ഒരാളെ അപ്പോയിൻ്റ് ചെയ്യുകയാണ്. ആ രാജിവെച്ചാൾക്ക് പ്രൊമോഷനാണ് പിന്നെ കാണുന്നത്. അപ്പോൾ അസാധാരണമായ കാര്യങ്ങളാണ് ഇലക്ഷൻ കമ്മീഷൻ നടക്കുന്നത്. വോട്ടിങ്ങിൻ്റെ പേഴ്സൻറ്റേജ് തന്നെ നമ്മൾ ഇപ്പം മഹാരാഷ്ട്ര പേഴ്സൻറ്റേജ് ഏറ്റവും മോശമായിരുന്നു ആദ്യത്തെ 55%. ഫൈനൽ ഫിഗർ വരുന്ന പിന്നെ പിറ്റേ ദിവസം അർദ്ധരാത്രി കഴിഞ്ഞ് പിറ്റേ ദിവസം വരുന്നത് അവിടെയാണ് 10%, 8% ഒക്കെ ഡിഫറൻസാണ് പ്രിലിമിനറി ലിസ്റ്റും ഫൈനൽ ലിസ്റ്റും തമ്മിൽ. ഇത് ഹരിയാനയിൽ സംഭവിച്ചത് തന്നെയായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉയരുന്നുണ്ട്. ഇത് പറയാതിരുന്നിട്ട് കാര്യമില്ല ഇനി. അപ്പോൾ ഞങ്ങൾ വളരെ ഗൗരവതരമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കാനും ചർച്ച ചെയ്യാനും പോവാണ്. ഈ യോജിച്ച നീക്കം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടാവുക. പാർലമെൻറ്റിൽ യോജിച്ച നീക്കം ഇന്നിപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഇന്നത്തെ പാർലമെൻ്ററി കമ്മിറ്റി യോഗത്തിലെ എല്ലാ പാർട്ടികളും, പ്രതിപക്ഷ പാർട്ടികളും പ്രധാനപ്പെട്ടവർ ആവശ്യപ്പെട്ടത് സുതാര്യമായ ഇലക്ഷൻ സിസ്റ്റം ഉണ്ടാകുന്നതിനുള്ള പാർലമെൻറ്റ് ചർച്ച ചെയ്യണമെന്നാണ്. ഇന്നത്തെ ഓൾ പാർട്ടി മീറ്റിംഗ് വിളിച്ചല്ലോ ഗവൺമെൻറ്. ആ ചർച്ചയിലും എല്ലാ പാർട്ടികളും, മിക്കവാറും പ്രതിപക്ഷത്തെ എല്ലാ പാർട്ടികളും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടത് അതാണ്. ഇത് രാജ്യമേ ഉത്തർപ്രദേശിൽ ആക്ഷേപമാണ്, പോലീസാണ് നിയന്ത്രിച്ചത് തിരഞ്ഞെടുപ്പ് മൊത്തം. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യത്തിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഇല്ല എങ്കിൽ ആ വോട്ട് വോട്ട് ചെയ്തത് എവിടെയാണെന്ന് എത്തിയതെന്ന് അറിയാനുള്ള ഒരു അവകാശമില്ല. ബാലറ്റ് ആണെങ്കിൽ നമ്മൾ വോട്ട് ചെയ്യുന്നു, ആ വോട്ട് ചെയ്ത സിഗ്നൽ നമ്മൾ കാണുന്നു, അത് നമ്മൾ പെട്ടിയിലിടുന്നു, അതാണ് കൗണ്ട് ചെയ്യുന്നത്. ഈ നമ്മൾ പ്ലസ് ചെയ്യുന്നു, VVPAT തന്നെ കാണുന്നുണ്ട്, VVPAT മെഷീനിലോട്ട് പോകുന്നത് എവിടെയാണ് അത് ആർക്കും അറിയില്ല, അതെങ്ങനെയാണ് പോകുന്നത് ആർക്കും അറിയില്ല. അപ്പോൾ ഇത് ട്രാൻസ്പെറൻസി വേണമെന്ന് പറയുന്നത് EVM-നേക്കാൾ ഉപരിയായിട്ട് ജനങ്ങൾക്ക് വോട്ട് ചെയ്ത വോട്ട് എങ്ങോട്ട് പോകുന്നു അറിയാനുള്ള അവരുടെ അവകാശത്തെ സംരക്ഷിക്കണം. മുഴുവൻ VVPAT ഒക്കെ എണ്ണണം എന്നുകൂടി അതിനൊരു സിസ്റ്റം ഉണ്ടാവണം രാജ്യത്ത്. അതിനൊരു ഇങ്ങനെ എല്ലാ ഇലക്ഷനും ഇങ്ങനെ നമ്മളിപ്പം പരിദേവനം പറയും, തോറ്റു കഴിഞ്ഞാൽ ഉടനെ പരിദേവനം, അതല്ല അതിലത്തെ കാര്യം. ഞങ്ങൾ ഇലക്ഷൻ തോക്കാറുണ്ട്, തോൽക്കും, പക്ഷേ അവിശ്വസനീയമാവണ്ണം ഗ്രൗണ്ട് റിയാലിറ്റിയുമായിട്ട് പൊരുത്തപ്പെടാത്ത റിസൾട്ട് വരുമ്പോൾ അതിനോട് എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ഈ കേരളത്തിലേക്ക് വന്നാൽ ചേലക്കരയിൽ UDF-ന് വിജയിക്കാൻ സാധിച്ചില്ല. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയത്തിലൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടായെന്ന് തോന്നുന്നുണ്ട്, ചില വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ പോരായ്മയുണ്ടെന്ന് തോറ്റു കഴിഞ്ഞ് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്, അവർ ആലത്തൂർ പോലെയുള്ളൊരു പാർലമെൻറ്റ് സീറ്റിൽ 1,50,000 വോട്ട് വിജയിച്ചൊരു സ്ഥാനാർത്ഥിയായിരുന്നു അവർ. എപ്പോഴാണ് ആലത്തൂർ പാർലമെൻറ്റ് കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്? ഏറ്റവും സ്ട്രോങ് സീറ്റ് നമ്മൾ ജയിച്ചിട്ടേ ഇല്ല. എൻ്റെ അറിവിൽപ്പെട്ടവർ ജയിച്ചിട്ടില്ല. പണ്ട് ഒറ്റപ്പാലമായിരുന്നപ്പോൾ KR നാരായണൻ ജയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഡീലിമിറ്റേഷൻ വന്നതിന് ശേഷം നമ്മൾ ജയിച്ചിട്ടേ ഇല്ല ആ സീറ്റ്. ആ സീറ്റ് MA 1,50,000 വോട്ടിനാണ് ജയിച്ചത്. അതുകൊണ്ട് അവരുടെ കാൻഡിഡേറ്റർ മോശമാണെന്ന് അന്ന് ആരും പ്രതീക്ഷിച്ച സീറ്റല്ല ആ സീറ്റ് നമ്മുടെ കയ്യിലോട്ട് വരുന്നു. എല്ലാവരും റൈറ്റ് ഓഫ് സീറ്റായിരുന്നു 1,00,000 വോട്ടിന് ജയിച്ചത്. അപ്പോൾ അവരൊരു വ്യക്തിപരമായ ഒരു കാൻഡിഡേറ്റ് മോശമാണെന്ന് എന്താണ് ഘടകങ്ങളെന്ന് പരിശോധിക്കണം. പിന്നെ അവിടെ വോട്ട് കുറഞ്ഞിട്ടുണ്ട് LDF-ൻ്റെ കാര്യമായിട്ട്, പക്ഷേ ജയിച്ചിട്ടില്ല. ജയം തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അതിന് എന്തൊക്കെ ഘടകങ്ങളാണ് അവിടെ LDF ചെയ്തത്, നമ്മൾ ചെയ്തതെന്നും മനസ്സിലാക്കാൻ പഠിക്കാനുള്ള പഠനം നടത്തണം. അത് പരിശോധിക്കും പാർട്ടി. ഇനിയിപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു, അതിനുശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ വരികയാണ്. അപ്പോൾ K മുരളീധരനെ പോലുള്ള നേതാക്കളെയൊക്കെ കൂടുതൽ നേതൃനിരയിലേക്ക് കൊണ്ടുവരാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാവും? കേരളത്തിലെ കോൺഗ്രസ് എല്ലാവരും കൂടി നിന്നിട്ടില്ല പോയി. എല്ലാ കാലത്തും അങ്ങനെയാണ്. കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ഒറ്റയാൾ പോരാട്ടമില്ല അവിടെ. ഒറ്റയാൾ പോരാട്ടം കൊണ്ട് ഈ കോൺഗ്രസ് പോലുള്ള ജനാധിപത്യ പാർട്ടിയിൽ ജയിക്കാനും പറ്റില്ല. അപ്പോൾ എല്ലാ നേതാക്കന്മാരുടെയും സർവീസ് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് പാർട്ടിയുടെ സ്ട്രാറ്റജി. അതിന് മാത്രമേ AICC സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പ്രിയങ്ക ഗാന്ധിയുടെ സത്യപ്രതിജ്ഞ തീരുമാനമായി എന്നുണ്ടാവും? മിക്കവാറും വ്യാഴാഴ്ച ആവാനാണ് സാധ്യത. ബുധനോ വ്യാഴോ. എങ്ങനെയായിരിക്കും പ്രിയങ്ക ഗാന്ധിയുടെ പാർലമെൻറ്റിലെ പ്രവർത്തനം? എന്താണ് കോൺഗ്രസിനൊരു ആവശ്യം? എല്ലാവർക്കും ഒരു വിശ്വാസം ഉണ്ടല്ലോ. പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ വരുന്നത് ഒരു ഇന്ത്യ മുന്നണിക്ക് കരുത്ത് പകരുന്ന ഒന്ന് തന്നെയായിരിക്കും. അതിശക്തമായിട്ടുള്ള അതൊരു
സ്ത്രീ ശബ്ദം ഉയരുക പറയുമ്പോൾ ആ ശക്തമായ ശബ്ദം ഒരു പുരുഷ ശബ്ദത്തെക്കാൾ ഒരു സ്ത്രീ ശബ്ദം ശക്തമായിട്ട് വരുമ്പോൾ അതിന് കൂടുതൽ ശ്രദ്ധേയമാവും. അപ്പോൾ അതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ വരവ് ഇന്ത്യ മുന്നണിക്ക് വലിയ ശക്തി പകരുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഉജ്ജ്വലമായ ഫൈറ്റിന് കരുത്ത് പകരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ജാർഖണ്ഡിൽ ഇപ്പോൾ നല്ലൊരു വിജയം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനും നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജാർഖണ്ഡിൽ എങ്ങനെയാണ് അവിടുത്തെ മന്ത്രിസഭയിൽ കൂടുതൽ അവകാശവാദം ഉന്നയിച്ച് കോൺഗ്രസ് മുന്നോട്ട്? മന്ത്രിസഭയുടെ അവിടെ ജോയിൻറ്റ് പാർലമെൻ്ററി പാർട്ടി ഇന്ന് യോഗം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ കൂടിയിട്ട് അതിന് ഞങ്ങളും JMM-ആയിട്ടുള്ള ചർച്ചകൾ നടത്താനിരിക്കുന്നേ ഉള്ളൂ. എന്തായാലും അവിടെ ഒരു നല്ല വിജയമാണ്. എത്രമാത്രം പീഡനങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്. അവിടുത്തെ പിന്നെ ഫീൽഡിൽ നമ്മൾ മഹാരാഷ്ട്രയിൽ അതത്ര ഒരു തരംഗമുണ്ടാവുമെന്ന് അവിടെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അവിടുത്തെ റിസൾട്ട് വരുമ്പോൾ അപ്പോൾ സെലക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതിന് തെളിവാണത്. മനസ്സിലായില്ലേ? അപ്പോൾ ഒരു ഫെയർ പൊസിഷൻ പാർട്ടികൾ കൊടുത്താൽ, ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുത്താൽ, ഫെയർ ലെവൽ പ്ലേയിങ് ഫീൽഡ് കൊടുത്താൽ ജനാധിപത്യം ഉണ്ടാവും. അപ്പോൾ അത് അവിടെ ഇപ്പം ഹേമന്ത വിശ്വാസ് ശർമ്മ കഴിഞ്ഞ 6 മാസമായിട്ട് അവിടെയായിരുന്നു. അല്ലെങ്കിൽ ആസാം ഭരിക്കാൻ പോകാറില്ല. ജാർഖണ്ഡിൽ തന്നെയായിരുന്നു ഇരിക്കുന്നത്. കംപ്ലീറ്റ് അവിടെയായിരുന്നു. പണം ഒഴുക്കിയതിന് കണക്കുകളില്ലായിരുന്നു. എന്നിട്ടും ജാർഖണ്ഡിലെ ജനങ്ങൾ ഇതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് ജയിപ്പിച്ചിട്ടുണ്ട്. ഈ പ്രധാനപ്പെട്ട ഒരു അവലോകനം ഈ വിഷയത്തിൽ വരുന്നത് കോൺഗ്രസ്സാണ് BJPയെ ദേശീയ തലത്തിൽ നേരിടാൻ ശക്തമായൊരു പാർട്ടി. അപ്പോൾ പലപ്പോഴും കോൺഗ്രസ്സിന് നേരിട്ട് BJPയെ തനിച്ചു നിന്ന് നേരിടാൻ കഴിയാത്തല്ലേ? ഞങ്ങൾ കഴിഞ്ഞ UP-യിൽ ആരെയോടാണ് നേരിട്ടത്? കോൺഗ്രസ് അല്ലേ നേരിട്ടിട്ടത്? ഞങ്ങൾ സമാജ്വാദി പാർട്ടിയുടെ ഞങ്ങൾ ഹരിയാനയിൽ നേരിട്ടത് ആരാണ്? ഒറ്റക്കല്ല നേരിട്ടത്. 5 സീറ്റ് കിട്ടിയത് എങ്ങനെയല്ലേ പാർലമെൻറ്റിലേക്ക്? രാജസ്ഥാനിൽ 9 സീറ്റ് കിട്ടി. ഞങ്ങളും BJP തമ്മിലുള്ള ഒറ്റ പോരാട്ടമല്ലേ? അവിടെ ഏതെങ്കിലും പാർട്ടിയായിരുന്നു പോരാടിയത്? ഇത് പറയുന്നത് കേട്ടാൽ തോന്നും കോൺഗ്രസ് ഇപ്പം ഞങ്ങൾ ജയിച്ച മഹാരാഷ്ട്രയിലായാലും ജാർഖണ്ഡിലും ജയിച്ചതെല്ലാം BJPയോട് പോരാടിയിട്ടല്ലേ ജയിച്ചത്. അതല്ല ഇതിൻ്റെ ഉദ്ദേശം, ഈ ചോദ്യത്തിൻ്റെ ഉദ്ദേശം കോൺഗ്രസ്സിന് ഇതിന് കഴിവില്ല എന്ന് പറഞ്ഞ് ധരിപ്പിച്ച് കോൺഗ്രസ്സിന് അത് മുഖ്യധാര കോർപ്പറേറ്റ് മാധ്യമങ്ങൾ ഇപ്പോൾ തുടങ്ങിയ 2 ദിവസമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വീണ്ടും അഡാനിക്കെതിരെയുള്ള അറ്റാക്ക് പാർട്ടി നടത്തിയപ്പോഴാണല്ലോ മഹാരാഷ്ട്ര റിസൾട്ട് വന്നത്. ഇനിയിപ്പോൾ 2-3 ദിവസം ഈ മാധ്യമങ്ങളുടെ എഴുത്ത് ഇതായിരിക്കും, കോൺഗ്രസ്സിനൊന്നും പറ്റുന്നതല്ല, രാഹുൽ ഗാന്ധിയെ കൊള്ളുന്നവനല്ല എന്ന് ധരിപ്പിച്ച് അതൊന്നും ഞങ്ങൾക്ക് യാതൊരു അറിയില്ല. BJPയെ നേരിടും. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നാന്ദേഡ് പാർലമെൻറ്റ് കോൺഗ്രസ് ജയിച്ചല്ലോ. നാന്ദേഡിലെ മുഴുവൻ അസംബ്ലി സീറ്റും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു മഹാരാഷ്ട്രയിൽ ഈ ഇലക്ഷൻ നടന്നപ്പോൾ. പക്ഷേ പാർലമെൻറ്റ് കോൺഗ്രസ് ജയിച്ചു. മോഡിയുടെ ഇലക്ഷനിലെ ഡയറക്റ്റ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അതെന്താ ജയിക്കാത്തത്? 2 പാർലമെൻറ്റ് ബൈ ഇലക്ഷൻ ഉണ്ടായത്. ആ 2 പാർലമെൻറ്റ് ബൈ ഇലക്ഷനും കോൺഗ്രസ്സാണ് ജയിച്ചത്. വയനാട്ടിലെ ഭൂരിപക്ഷം, നാന്ദേഡിലെ ഭൂരിപക്ഷം. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്നത് കോൺഗ്രസ് BJPയെ നേരിടാൻ കഴിയില്ല എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണുള്ളത്. ഏറ്റവും വലിയ തെളിവല്ലേ? അശോക് ചവാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയ മുൻ മുഖ്യമന്ത്രിയെ കോൺഗ്രസിൽ നിന്നും അടർത്തിയെടുത്ത് അപ്പുറത്ത് നിർത്തിയിട്ടാണ് നാന്ദേഡ് ലോക്സഭാ സീറ്റിൽ ബൈ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിച്ചിരിക്കുന്നത്. അശോക് ചവാൻ്റെ തട്ടകത്തിൽ BJPയുടെ സർവ്വശക്തി ഉപയോഗിച്ചിട്ട്. അപ്പോൾ പറയുന്ന ഈ പത്തരം വാദങ്ങൾ ഫർദറായിട്ട് കോൺഗ്രസിനെ ഭയപ്പെടുന്നതുകൊണ്ട്, രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുന്നതുകൊണ്ട് ഈ പറയുന്ന സോക്കോൾഡ് കോർപ്പറേറ്റ് മീഡിയ, നിക്ഷിപ്ത താല്പര്യങ്ങളുള്ള മീഡിയ ഈ വാർത്തകൾ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ്സിന് BJPയുമായിട്ട് മുന്നേറാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് ഇത്രയും 101 സീറ്റ് കിട്ടിയതെല്ലാം BJP നേരിടാണോ കിട്ടിയിരിക്കുന്നത്? മറ്റേത് പാർട്ടിയാണ് നേരിട്ടിരിക്കുന്നത്. അപ്പോൾ ആ പറയുന്നതിനകത്ത് യാതൊരു ഇപ്പം ബദ്രീനാഥിൽ ബൈ ഇലക്ഷൻ നടന്നു. ആരാ ജയിച്ചത്? കോൺഗ്രസ് അല്ലേ ജയിച്ചത്. അത് ഞങ്ങൾ BJPയായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് അല്ലേ. മംഗളൂരിൽ നടന്നു അവിടുത്തെ ഒരു ബൈ ഇലക്ഷൻ. അവിടെ ഞങ്ങളതുപോലെ തന്നെ. അപ്പോൾ ഞങ്ങൾ തോൽപ്പിക്കും മാത്രം, ജയിക്കുന്നിടത്ത് കോൺഗ്രസിൻ്റെ പ്രാധാന്യം പറയില്ല. ഈ അദാനി വിഷയം ഉന്നയിച്ചാൽ എന്തെങ്കിലും അങ്ങനെയൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അദാനി വിഷയം ഉന്നയിച്ചത് ശരിയായില്ല എന്നൊക്കെ ഒരു അപ്പോൾ ആ കറപ്ഷൻ കോൺഗ്രസ് മിണ്ടാതിരിക്കണം എന്നാണ്. അതാ ഞാൻ പറഞ്ഞത്. ഈ അജണ്ട എവിടെ നിന്നാണ് വരുന്നത് വ്യക്തമാണ്. വ്യക്തമാണ്. ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഇത് നമ്മളാരും ഇന്ത്യയിൽ ചർച്ച ചെയ്യാത്ത കാര്യം അമേരിക്കൻ ഗവൺമെൻറ് കേസെടുത്ത കാര്യമല്ലേ. നമ്മുടെ രാജ്യത്തെ സ്ഥിതി എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സുനിലിന് അറിയാമല്ലോ. ഇന്ത്യയിലെ എയർപോർട്ടുകൾ ഇപ്പോൾ ആരുടെ? ഇന്ത്യയിലെ പോർട്ടുകളൊക്കെ ആരുടെ കയ്യിലാണ്? മേജർ ഡിസിഷനൊക്കെ തീരുമാനിക്കുന്നത് ആരാണ്? അപ്പോൾ അതിനെതിരെ എല്ലാ കാലത്തും ഒരു ഫ്രീ പ്രസ് ഉണ്ടായിരുന്നു. തുറന്ന വിമർശിക്കാൻ സ്വാതന്ത്ര്യം. ഇപ്പോൾ വിമർശിക്കുന്നവർക്ക് സംരക്ഷണമാണ് ജനാധിപത്യത്തിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ വിമർശിക്കുന്നവനെ ടാർഗറ്റ് ചെയ്യുന്ന പൊളിറ്റിക്സാണ് ഇപ്പം. അതിൽ ചില മുഖ്യധാര കോർപ്പറേറ്റ് മീഡിയകളും നേതൃത്വം കൊടുക്കുന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം.
ഏതായാലും മഹാരാഷ്ട്രയിലുണ്ടായ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നിൽ ചില സംശയങ്ങൾ തന്നെയാണ് കോൺഗ്രസ് ഉയർത്തുന്നത്. ഈ വിഷയത്തിൽ യോജിച്ച് പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് പോകും എന്നാണ് കെ.സി. വേണുഗോപാൽ ഇപ്പോൾ റിപ്പോർട്ടർ ടിവിയോട് പറയുന്നത്. ക്യാമറമാൻ കണ്ണനൊപ്പം റിപ്പോർട്ടർ PR സുനിൽ, ഇൻ റിപ്പോർട്ടർ ദിൻ.